+1 സീറ്റ് പ്രതിസന്ധിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത്. MSF പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ അരങ്ങേറുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഒക്കെ വാക്കേറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? +1 സീറ്റ് പ്രതിസന്ധിയിൽ MSF RDD ഓഫീസ് ഉപരോധി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ നേതാക്കളായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് അഫ്ന സ്റ്റോറോടും ഒപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഹിബ് മുഹമ്മദും ആദ്യം ഈ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചിരുന്നു. പിന്നാലെ തന്നെ ഈ കോമ്പൗണ്ട് ഉൾപ്പെടെ പോലീസ് ഗേറ്റ് കൊണ്ട് പൂട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് മറ്റ് പ്രവർത്തകർ ഈ കോമ്പൗണ്ടിന്റെ വശത്തുള്ള മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയും ഉപരോധ സമരം ആരംഭിക്കുകയും ചെയ്തത്. അതിനു മുന്നോടിയായി തന്നെ RDD ഓഫീസ് പോലീസ് പൂർണ്ണമായും അടച്ചാണ് പോലീസ് പ്രതിരോധം തീർത്തത്. അതോടുകൂടി പ്രവർത്തകരും പോലീസും തമ്മിൽ തുടക്കത്തിൽ ഒരു ഉന്തും തള്ളുമുണ്ടായി. അതിനുശേഷം വാക്കേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പതിയെ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് MSF പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കാരണം പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നുള്ള ഒരു ആക്ഷേപം MSFന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു. എന്തായാലും ഈ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ആണ് ഇന്ന് MSFന്റെ നേതൃത്വത്തിൽ ഇവിടെ RDD ഓഫീസിൽ നടത്തിയത്. നേരത്തെ സാധാരണ മാർച്ച് പോലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഉപരോധ സമരം എന്ന രീതിയിലേക്ക്, അതായത് RDD അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരെ നേരിട്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് MSFന്റെ സമരം മാറുകയായിരുന്നു. പിന്നീട് ഈ ആദ്യം കുത്തിയിരുന്ന MSF പ്രവർത്തകർ വീണ്ടും RDDയെ കാണണമെന്നാവശ്യപ്പെട്ട് പോലീസിനോട് കയർക്കുകയായിരുന്നു. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി, വാക്കുതർക്കമുണ്ടായി. അതിനിടെയാണ് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഏകദേശം 15ഓളം പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വാനിലേക്ക് കയറ്റിയിട്ടുണ്ട്. അവരെ പിന്നീട് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. RDD അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വേണ്ടി വന്നാൽ വഴിയിൽ തടയുമെന്നൊരു മുന്നറിയിപ്പും ഈ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് MSF വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മലപ്പുറം ജില്ലയിൽ 32,000-ലധികം വിദ്യാർത്ഥികളും കോഴിക്കോട് ജില്ലയിൽ 8,000-ഓളം വിദ്യാർത്ഥികൾക്കുമാണ് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ +1 സീറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യമുള്ളത്. മലബാറിലെ ജില്ലകളിൽ ഏകദേശം 1,00,000-ന് മുകളിൽ വിദ്യാർത്ഥികളുടെ ഉന്നത പഠനമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതിന് സർക്കാർ കൃത്യമായ പരിഹാരം കാണണമെന്നാണ് MSF ആവശ്യപ്പെടുന്നത്. ഇന്നലെ KSUവിന്റെ മാർച്ചും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിലും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. MSF പ്രവർത്തകർ RDD ഓഫീസ് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്.